എന്റെ പൊന്നു ലാലേട്ടാ, നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ പോയി തലവെച്ച് കൊടുത്തത്? മലയാളത്തിന്റെ മഹാനടനെ വെറുമൊരു സോപ്പ് കട്ടയാക്കി മാറ്റിയ പിണറായി വിജയന്റെ ആ വമ്പൻ PR നാടകം ഇരുവർ. സത്യം പറഞ്ഞാൽ ഇത് കണ്ട പാവം ജനങ്ങൾ ചോദിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഇതിലും വലിയൊരു ദുരന്തം ഇനി വരാനുണ്ടോ എന്ന്. സ്വന്തം മുഖം ചാനലിൽ വരുമ്പോൾ ജനങ്ങൾ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റാൻ തുടങ്ങിയതോടെ മുഖ്യമന്ത്രി ഒരു പുതിയ അടവ് പയറ്റി. മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ കൂട്ടുപിടിച്ച് ഒരു ഇമേജ് ബിൽഡിംഗ് ഷോ പണ്ട് ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ. പക്ഷെ പ്ലാൻ ചെയ്ത PR ഏജൻസിക്ക് പറ്റിയ ഒരു അബദ്ധം, സ്ക്രിപ്റ്റ് അത്രയ്ക്കും ബോറായിപ്പോയി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ അതോ ഏതോ സിനിമയിലെ വില്ലൻ വേഷം കെട്ടിയ ആളാണോ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രഹസനത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എന്തിനായിരുന്നു ഈ കോടികൾ പൊടിച്ചുള്ള അഭ്യാസം? ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം പോലും ലാലേട്ടന്റെ നാവിലൂടെ വന്നില്ല. പകരം കണ്ടതോ, മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ തുന്നിക്കൂട്ടിയ കുറെ പഴഞ്ചൻ കഥകൾ. ചോദ്യങ്ങളെ ഭയക്കുന്ന, മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്ന, സ്വന്തം പാർട്ടിയിലെ തെറ്റുകൾ പോലും തിരുത്താൻ ആർജവമില്ലാത്ത ഒരു ഭരണാധികാരിക്ക് വേണ്ടി സ്ക്രിപ്റ്റഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ ലാലേട്ടൻ പോയത് വലിയൊരു ഗതികേട് തന്നെയാണ്. ഇന്ത്യൻ സിനിമയിലെ വിസ്മയം എന്ന് നമ്മൾ വിളിക്കുന്ന ആ നടൻ മുഖ്യമന്ത്രിയുടെ ഫാമിലി സെന്റിമെന്റ്സ് വിൽക്കാൻ ഒരു ഉപകരണമായി മാറിയത് കാണുമ്പോൾ കഷ്ടം തോന്നുകയാണ്. എന്റെ മക്കളാണ് എന്റെ വീക്ക്നെസ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ ഒരു വീക്ക്നെസ് കൊണ്ട് മാത്രം കേരളം ഇന്ന് എത്രത്തോളം അനുഭവിച്ച് തീർക്കുന്നുണ്ടെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. സാധാരണക്കാരൻ വിയർപ്പൊഴുക്കി നൽകുന്ന നികുതിപ്പണം ഉപയോഗിച്ച് 18 ചാനലുകളിൽ ഒരേ സമയം ഈ PR നാടകം പ്രദർശിപ്പിക്കുന്നത് പകൽക്കൊള്ളയല്ലാതെ മറ്റെന്താണ്? അഴിമതിയും സ്വജനപക്ഷപാതവും മുടിചൂടി നിൽക്കുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കാൻ വെള്ളിത്തിരയിലെ നായകനെ കൂട്ടുപിടിക്കുന്നത് ഒരു ഭരണാധികാരിയുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. പിന്നെ നാണമില്ലായ്മ. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ പൊറുതി മുട്ടുമ്പോൾ മദ്യവിൽപ്പനയുടെ സമയം കൂട്ടാൻ മണിക്കൂറുകൾ മതി പിണറായി സർക്കാർ. പക്ഷേ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ മാത്രം നേരമില്ല. പിന്നെ വീണാ മാഡത്തിന്റെ നാടകം കാണാൻ പോകാനും സമയമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിപുരണ്ട ഈ വിഗ്രഹത്തെ എത്ര കഴുകി തുടച്ചാലും ജനമനസ്സിലെ ആ അഴിമതിയുടെ കറമായില്ല. ജനഹിതം തിരിച്ചറിയാത്ത ഇത്തരം പ്രഹസനങ്ങൾ തുടർന്നാൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും ഈ സർക്കാരിന്റെ സ്ഥാനം. ഭരണത്തിന്റെ അന്ത്യദിനങ്ങളിൽ ലാലേട്ടനെ പോലെയുള്ളവരെ കരുവാക്കി രക്ഷപ്പെടാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. എന്തായാലും ഈ നാടകത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായും ലാലേട്ടൻ ഇതിന് നിൽക്കണമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും.